ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPI നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. നിലമ്പൂരിൽ പരാജയത്തിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നും ചുമതലക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. PV അൻവറിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും UDF-ന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചെന്നുമാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിലയിരുത്തൽ. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, എന്താണ് മലപ്പുറത്ത് വിലയിരുത്തൽ വരുന്നത്? നിലമ്പൂരിൽ എങ്ങനെ തോറ്റു എന്നാണ്? സ്മൃതി, CPIയുടെ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ വലിയ രൂക്ഷ വിമർശനങ്ങൾ പറയുന്നത്. അത് ഒന്ന്, ഏറ്റവും പ്രധാനമായും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുകയാണ്. അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പരാജയം പറ്റിയില്ലെങ്കിൽ പാകപ്പിഴ പറ്റിയെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ CPI ഉള്ളത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചുമതലക്കാരനായി ആദ്യം നിശ്ചയിച്ചിരുന്നത് M സ്വരാജിനായിരുന്നു. അതേ സ്വരാജിനെ തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയതോടെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ വലിയ തോതിൽ സാരമായി ബാധിച്ചു എന്നാണ് CPI വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഏറ്റവും തോൽവിക്ക് കാരണമായി തന്നെ, അല്ലെങ്കിൽ പരാജയത്തിന് കാരണമായി CPI വിലയിരുത്തുന്നത് നിലമ്പൂരിൽ പരാജയത്തിലേക്ക് വഴിവെച്ചത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. അത് തന്നെയാണ് പരാജയത്തിന് ഒന്നാമതായി കാരണമായത്. അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ച, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ ചുമതലക്കാരനാക്കുകയും പിന്നീട് അവസാന നിമിഷം സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തത് അതൊരു തെറ്റായ നീക്കമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ. അതിനോടൊപ്പം മറ്റൊന്ന് പ്രധാനമായി പറഞ്ഞത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ മുസ്ലിം വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. UDF-ന് ഏറ്റവും അനുകൂലമായ ഒരു ഘടകമായി മാറിയതും ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമാണ്. അത് ഭാവിയിലും ദോഷകരമാകുന്ന രീതിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. അതിനോടൊപ്പം മറ്റൊന്ന് PV അൻവറിൻ്റെ കാര്യമാണ്. PV അൻവറിനെ വലിയ തോതിൽ പുച്ഛിച്ച് തള്ളുന്ന, അല്ലെങ്കിൽ PV അൻവറിന് മറുപടി നൽകേണ്ടെന്നുള്ള നിലപാടിലായിരുന്നു LDF നേതൃത്വം മുഴുവൻ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ടത്. എന്നാൽ അങ്ങനെയല്ല, PV അൻവറിനെ വിലയിരുത്തുന്നതിൽ പാർട്ടിക്ക്, അല്ലെങ്കിൽ മുന്നണിക്ക് വലിയ തോതിൽ തന്നെ തിരിച്ചടിയുണ്ടായി. അതിൽ വീഴ്ച പറ്റി. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കൺവീനർക്ക് പോലും പ്രവർത്തനങ്ങളിൽ പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം അത് ചോദിച്ചു വാങ്ങിയ രീതിയിലുള്ള ഒരു പരാജയമായി പോയി എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ CPIയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവതരിപ്പിച്ച CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ, മുന്നണിക്കുണ്ടായ കാര്യങ്ങൾ, അത് വീഴ്ചയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ മുൻനിർത്തി മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പരാജയ കാരണം തന്നെ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന വിലയിരുത്തലേക്ക് വരികയാണ്. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരം എന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. CPIയുടെ പങ്കിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അഷ്കർ അലി? സ്മൃതി, കൂട്ടായ പ്രവർത്തനങ്ങളിൽ തന്നെ ഉണ്ടായ വീഴ്ചകൾ, പ്രത്യേകിച്ച് ജനറൽ കൺവീനർ, തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ജനറൽ കൺവീനറടക്കം തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ പരിമിതപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ പരാജയത്തിന് കാരണമായി CPIയുടെ പ്രവർത്തനങ്ങളെല്ലാം, മറിച്ച് അതിനപ്പുറത്തേക്ക് കൂട്ടായ പ്രവർത്തനങ്ങളുണ്ടായ വീഴ്ചയും ഭരണവിരുദ്ധ വികാരത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPI ഇപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് അതിപ്പോഴും മണ്ഡലത്തിലടക്കം, ജില്ലയിലടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്നുള്ള ഒരു അവലോകനത്തിലേക്ക് ഇപ്പോൾ CPI എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അൻവർ പിടിച്ച വോട്ടുകൾ ഏറ്റവും നിർണായകമായും CPM-ൻ്റെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിലേക്ക് ഏറ്റവും നിർണായകമായ ഒരു കാരണമായി മാറിയത് PV അൻവർ പിടിച്ച വോട്ടുകളാണ്. പക്ഷേ അൻവറിന് അത്രത്തോളം വോട്ട് സ്വാധീനമുണ്ട് എന്നുള്ള വിലയിരുത്തുന്നതിനും അൻവറിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിലും ഒരു പരാജയമുണ്ടായി. അതുകൂടി എന്തായി, ഈ പരാജയത്തിലേക്ക് വഴിവെച്ചു. അതിനോടൊപ്പം തന്നെയാണ് M സ്വരാജിന് ആദ്യഘട്ടത്തിൽ തന്നെ മണ്ഡലത്തിന് ചുമതല നൽകി അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ആളാണ്. പക്ഷേ സ്വരാജ് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് നാട്ടുകാരും കൂടിയായിട്ടുള്ള സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അങ്ങനെ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ പെട്ടെന്നുണ്ടായ മാറ്റം അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ചുമതലക്കാരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ അത്തരമൊരു വീഴ്ച കൂടി ഉണ്ടായി എന്നുള്ളതാണ് CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമായി ഉന്നയിക്കുന്നത്. ശരി, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.